Good morning students. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് മാച്ചിങ് എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് മാച്ചിങ് പറഞ്ഞാൽ എ കമ്പോണൻറ്റ് ഓഫ് എ ഗ്രാഫ് ഈസ് ഓഡ് ഓർ ഈവൺ അക്കോർഡിംഗ് ആസ് ഇറ്റ് ഹാസ് എ ഓഡ് ഓർ ഈവൺ നമ്പർ ഓഫ് വെർട്ടിസസ്. ഒരു ഗ്രാഫിലെ കമ്പോണൻസ് ഓഡ് ഓർ ഈവൺ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫിലെ വെർട്ടിസസിൻ്റെ നമ്പേഴ്സ് ഓഡ് ഓർ ഈവൺ ആവണം. അപ്പോൾ വി ഡിനോട്ട് ദ ഒ ഓഫ് ജി ദെൻ ദ നമ്പർ ഓഫ് ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി. ജിയുടെ ഓഡ് കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഒ ഓഫ് ജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിയറാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം 5.4. G has a perfect matching if and only if the number of odd component of G minus S less than or equal to modulus of S for every S subset of V ആണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സപ്പോസ് ചെയ്തു ജി എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണ്, മാച്ചിങ് എം ആണെന്ന്. ജി ഹാസ് എ പെർഫെക്റ്റ്, ജിക്ക് ഒരു പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ട് എം എന്നുള്ളത്. ലെറ്റ് എസ് എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വി, വിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ് എസ് എന്ന് പറയുന്നിടത്തു. അപ്പോൾ ലെറ്റ് G1 G2 എക്സെട്ര GN എന്ന് പറയുന്നത് ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസ്. അപ്പോൾ G മൈനസ് എസിലത്തെ ഓഡ് കമ്പോണൻസുകളാണ് നമ്മൾ G1 G2 എക്സെട്ര GN വരെ ഉള്ളത് നമ്മളെടുത്തത്. അപ്പോൾ ദാറ്റ് ഈസ് ഓഡ് കമ്പോണൻറ്റ് ഓഫ് എൻ മൈനസ് എസ് എന്ന് പറയുന്നത് എത്ര എൻ ആണ്. G1 G2 എക്സെട്ര GN വരെ എൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൻ ആണെന്ന് കിട്ടി. എം എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആയതുകൊണ്ട് ഈച്ച് GI ഈസ് എ ഓഡ്. അപ്പോൾ നമുക്ക് എം പെർഫെക്റ്റ് മാച്ചിങ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഓരോ ജി ഐയും ഇതിലെന്തായിരിക്കും, ഓടായിരിക്കും. അപ്പോൾ ദർ സം വെർട്ടക്സ് ഓഫ് വി ഐ ഓഫ് ജി ഐ, ജി ഐയിൽ കുറച്ച് വെർട്ടക്സ് വി ഐയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ബി മാച്ച്ഡ് അണ്ടർ ദി എം. അത് എം വിത്ത് ദി വെർട്ടിസസ് ഓഫ് വി ഐ ഓഫ് എസ്. എസിലത്തെ V1 V2 എന്ന വി ഐ വെർട്ടിസസുമായിട്ട് എന്തുണ്ടായിരിക്കും, ജസ്റ്റ് മാച്ച്ഡ് അണ്ടർ ഒരു എന്തുണ്ടായിരിക്കും, ഒരു പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ V1 V2 V3 എക്സെട്ര വി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദി എസ് ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ഓഡ് നമ്പർ ഓഫ് ഗ്രാഫ് G മൈനസ് എസ് എന്ന് പറയുന്നത് എൻ ആയതുകൊണ്ട് ഈ മോഡുലസ് ഓഫ് ദി V1 V2 എക്സെട്ര വി എന്ന് പറയുന്നത് എന്താണ്, അതിനും എൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് സബ്സെറ്റ് ഓഫ് ദി എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് ആണ് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ അവിടെ പ്രൂവ് ചെയ്തു. നമ്മൾ നമ്പർ ഓഫ് ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. G1 G2 എക്സെട്ര GN എന്ന് പറയുന്നത് ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസ് ആണ്. അപ്പോൾ അതിൽ U1 U2 എക്സെട്ര UN വരിലെ കമ്പോണൻറ്റുകൾ. അതേപോലെ എസ് എന്ന് പറയുന്ന സബ്സെറ്റാണ്. V1 V2 എക്സെട്ര ആണെങ്കിൽ അതിൽ നിന്ന് ഒരു പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, മോഡ് എസ് ആയിരിക്കും. ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ സപ്പോസ് ചെയ്യുകയാണ് നമുക്ക് എന്താ ഓഡ് കമ്പോണൻറ്റ് ഓഫ് നമ്പർ ഓഫ് ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് ആണ്. എസ് സബ്സെറ്റ് ഓഫ് ദി വി ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മളിവിടെ സപ്പോസ് ചെയ്യുകയാണ് G ഹാസ് എ നോ പെർഫെക്റ്റ് മാച്ചിങ്. ഇതിൽ ജിക്ക് പെർഫെക്റ്റ് മാച്ചിങ് ഒന്നും ഇല്ല എന്ന് സപ്പോസ് ചെയ്തു. അതായത് ഇപ്പം നമ്മൾ കോൺവേഴ്സ് എന്താ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ G സ്റ്റാർ എന്ന് പറയുന്ന ഗ്രാഫ് സോ ദാറ്റ് G ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ദി മാക്സിമൽ ഗ്രാഫ് G സ്റ്റാർ. അപ്പോൾ G സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രാഫ് സോ ദാറ്റ് G ഈസ് ദ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ദി മാക്സിമൽ ഗ്രാഫ് G സ്റ്റാർ ഹാവിങ് എ നോ പെർഫെക്റ്റ് മാച്ചിങ്. നോ പെർഫെക്റ്റ് മാച്ച് ഉള്ള ഒരു സ്പാനിങ് സബ് ഗ്രാഫാണ് G സ്റ്റാർ എടുത്തത്. അപ്പോൾ ദെൻ സിൻസ് G മൈനസ് എസ് ഈസ് ദി സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് G സ്റ്റാർ മൈനസ് എസ്. അപ്പോൾ G മൈനസ് എസ് എന്ന് പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് G മൈനസ് എസിലത്തെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് ഓഫ് G സ്റ്റാർ മൈനസ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസ് എന്ന് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ G പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് G സ്റ്റാർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് G മൈനസ് എസ് എന്ന് പറയുന്നത് സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് G സ്റ്റാർ മൈനസ് എസ് ആണ്. ആൻഡ് ദസ് G1 ഈസ് ദി ഓഡ് കമ്പോണൻറ്റ് ഓഫ് G സ്റ്റാർ മൈനസ് എസ്. G1 എന്ന് പറയുന്നത് ഓഡ് G സ്റ്റാർ മൈനസ് എസിലത്തെ ഓഡ് കമ്പോണൻ്റ് ആയിട്ടുണ്ടെങ്കിൽ G1 ഈസ് ദി ഓഡ് കമ്പോണൻറ്റ് ഓഫ് G മൈനസ് എസിലത്തെയും കൂടി ആയിരിക്കും. കാരണം എന്താ, ഓഡ് കമ്പോണൻറ്റ് ഓഫ് G സ്റ്റാർ മൈനസ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓഡ് നമ്പർ ഓഫ് ദി ഓഡ് കമ്പോണൻറ്റ് ഓഫ് ദി G മൈനസ് എസിലത്തെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക്
ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഓഡ് കമ്പോണൻറ്റ് ഓഫ് ദി ജി സ്റ്റാർ മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് ആണ്. എസ് സബ്സെറ്റ് ഓഫ് ദി വി ഓഫ് ജി സ്റ്റാർ ആണ്. ഇനി പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എസ് എന്ന് പറയുന്നത് 5 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡ് കമ്പോണൻറ്റ് ഓഫ് എസിലേക്ക് ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ ഓഡ് കമ്പോണൻറ്റ് ഓഫ് ദി ജി സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 0 ആയിരിക്കും. അപ്പോൾ ആൻഡ് ദസ് ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ നെഗറ്റീവ് കേസ് ഇല്ല, പോസിറ്റീവ് കേസ് അല്ലോ. അപ്പോൾ 0. സോ വി സ്റ്റാർ അപ്പോൾ വി ഓഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും E1 ആയിരിക്കും. അപ്പോൾ ദർ ഈസ് എ നോ കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ ദസ് നോ നമ്പർ ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ജി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി സ്റ്റാർ എന്ന് പറയുന്നത് വി ഓഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് E1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ദർ ഇസ് എ നോ ഓഡ് കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ ദസ് നമ്പർ ഓഫ് ദി വെർട്ടിസസ് ഓഫ് ജി സ്റ്റാർ ഈസ് ഓൾസോ E1 ആണെന്ന് കിട്ടി. അപ്പോൾ ദസ് ജി സ്റ്റാർ ഗ്രാഫ് വിത്ത് ദി പ്രോപ്പർട്ടി ജി ഈസ് എ സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് എ മാക്സിമൽ ഗ്രാഫ് ജി സ്റ്റാർ ഹാവ് എ നോ പെർഫെക്റ്റ് മാച്ചിങ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് ഇതിൽ നമ്മൾ നോ പെർഫെക്റ്റ് മാച്ചിങ് ആയി എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഇതിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് വി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു E1 നമ്പറാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എടുക്കേണ്ടത് നൗ ലെറ്റ് യു ബി ദി സെറ്റ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ഡിഗ്രി n-1 ഇൻ ജി. യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെർട്ടിസസ് ഓഫ് ദി n-1 ഡിഗ്രിയുള്ള സെറ്റ് ഓഫ് വെർട്ടിസസ് ആണ് യു എന്ന് പറയുന്നത്. അപ്പോൾ യു ഈക്വൽ ടു വി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇഫ് ജി സ്റ്റാർ എന്ന് പറയുന്നത് ഈച്ച് ഹാസ് എ ഡിഗ്രി n-1 ആണ്. നമ്മൾ ഇതിൻ്റെ ഡിഗ്രി n-1 ആണെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജി സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, അതിൻ്റെ ഡിഗ്രി n-1 എന്നായിരിക്കും. അപ്പോൾ കെ എൻ ആൻഡ് ദസ് ജി സ്റ്റാർ പെർഫെക്റ്റ് മാച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു കെ എന്ന് പറയുന്നത് ആൻഡ് ദസ് ജി സ്റ്റാർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആയി ഉണ്ടെങ്കിൽ നമുക്ക് യു നോട്ട് ഈക്വൽ ടു വി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഷോ ചെയ്യാനുള്ളത് ജി സ്റ്റാർ മൈനസ് യു ഈസ് എ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ദി കംപ്ലീറ്റ് ഗ്രാഫ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇഫ് നോട്ട് സപ്പോസ് ദാറ്റ് സം കമ്പോണൻറ്റ് ഓഫ് ജി സ്റ്റാർ ഓഫ് യു ഈസ് എ നോട്ട് എ കംപ്ലീറ്റ്. നമ്മൾ സപ്പോസ് ചെയ്യുന്ന ഇതിൽ കുറച്ച് കമ്പോണൻറ്റുകൾ നോട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് then in this component there are vertices x1 x y z. അതിലത്തെ ആ കമ്പോണൻ്റ് ആണ് നമുക്ക് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇ ഓഫ് ജി സ്റ്റാർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് വൈ സെഡ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇ ഓഫ് ജി സ്റ്റാർ ആൻഡ് എക്സ് സെഡ് ബിലോങ്സ് ടു ഇ ഓഫ് ജി ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഓഫ് ജി സ്റ്റാർ ആക്കി എടുക്കാം. അപ്പോൾ എവരി 3 വെർട്ടിസസ് ഫ്രം ദി ട്രയാങ്കിൾ ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് ഗ്രാഫ്. നോട്ട് എ കംപ്ലീറ്റ് ഗ്രാഫാണ് എടുത്തത്. അപ്പോൾ ഇത് എല്ലാതും കൂടി ബിലോങ്സ് ടു ഇ സ്റ്റാർ ഓഫ് ജിയിലാണെങ്കിൽ അതൊരു ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഗ്രാഫ് അല്ലാത്തത് കൊണ്ട് എക്സ് സെഡ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ സ്റ്റാർ ഓഫ് ജി ആണെന്ന് എടുത്തു. ഓൾസോ സിൻസ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു യുവിലത്തെ ആണെങ്കിൽ ദർ ഈസ് എ വെർട്ടക്സ് ഓഫ് ദി ഡബ്ല്യു ഇൻ ജി സ്റ്റാർ ഓഫ് യു സച്ച് ദാറ്റ് വൈ ഡബ്ല്യു ഡസ് നോട്ട് ബിലോങ്സ് ടു നമ്മൾ ജി സ്റ്റാർ മൈനസ് യുവിലത്തെ ഒരു വെർട്ടക്സ് ഡബ്ല്യു എടുത്തിട്ടുണ്ടെങ്കിൽ വൈയും ഡബ്ല്യുവും തമ്മിലുള്ള ഒരു എഡ്ജ് ഉണ്ടാവില്ല ജി സ്റ്റാറിൽ. അപ്പോൾ വൈ ബിലോങ്സ് ടു ജി സ്റ്റാർ മൈനസ് യു ആണ്. വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു യു ആണെങ്കിൽ വൈ ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ജി മൈനസ് യു ആണ്. Then there is a vertex W is another component of G star minus U ആണ് and non adjacent to Y ആണെന്ന് നമുക്ക് പറയാം. അതായത് Y W does not belongs to E of G star ആയിരുന്നെങ്കിൽ ഇതിന് നോൺ അഡ്ജസൻറ്റ് ഓഫ് Y ആണെന്ന് നമുക്കിത് പറയാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരുന്നത് എക്സിൽ നിന്ന് വൈക്ക് വൈയിൽ നിന്ന് സെഡിലേക്ക് ഉണ്ട്. എക്സിൽ നിന്ന് സെഡിലേക്കില്ല. ഡബ്ല്യു എന്ന് പറയുന്ന വേറൊരു കമ്പോണൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്കും എന്തില്ല, അതിലൊരു പാത്തില്ല. അപ്പോൾ സിൻസ് ജി സ്റ്റാർ എന്ന് പറയുന്നത് മാക്സിമൽ ഗ്രാഫ് കണ്ടെയ്നിങ് നോ പെർഫെക്റ്റ് മാച്ചിങ് ജി സ്റ്റാർ പ്ലസ് ഇ ആണെങ്കിൽ ഹാസ് എ പെർഫെക്റ്റ് മാച്ചിങ് ഓഫ് ഇ ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ഓഫ് ജി സ്റ്റാർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ
തിയറം ഇത്രയല്ല ഉള്ളത്, ഇതിനേലും കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ പകുതി വരെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ M1 M2 എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ഇൻ ജി സ്റ്റാർ ഓഫ് എക്സ് പ്ലസ് സെഡ് ആൻഡ് ജി സ്റ്റാർ ഓഫ് വൈ ഡബ്ല്യു ഇലത്തെയാണെങ്കിൽ M1 എന്ന് പറയുന്നത് ജി സ്റ്റാർ ഓഫ് എക്സ് സെഡിലത്തെയും പെർഫെക്റ്റ് മാച്ചിങ് ആണ്. M2 എന്ന് പറയുന്നത് ജി സ്റ്റാർ ഓഫ് വൈ ഡബ്ല്യുവിലത്തെയും പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ H എന്ന് പറയുന്നത് സബ്ഗ്രാഫ് ഓഫ് ജി സ്റ്റാർ ഓഫ് യൂണിയൻ എക്സ് സെഡ് വൈ ഡബ്ല്യു ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് M1 ഇതിൻ്റെ ഡെൽറ്റ ഡിഫറൻസ് ആണ്. M2 എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദെൻ ഈച്ച് വെർട്ടെക്സ് H ഹാസ് എ ഡിഗ്രി 2 ആണ്. H ഈസ് എ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ദി സൈക്കിൾ ആണെന്ന് കിട്ടി. അപ്പോൾ M1 M2 എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചിങ് ആണെങ്കിൽ ദസ് ഈച്ച് വെർട്ടെക്സ് ഓഫ് ദി സാച്ചുറേറ്റഡ് M1 M2 ഈച്ച് വെർട്ടെക്സ് ഓഫ് ദി X ഈസ് എ അഡ്ജസൻറ്റ് എഡ്ജ് ഇൻ M1 അറ്റ് ദ എഡ്ജ് ഇൻ M2 ആണ്. ഓൾസോ അപ്പോൾ M2 ആണെന്ന് കിട്ടി. ഇനി ഈ തിയറം അപ്പോൾ ഈ തിയറം ഒരു സൈക്കിളാണെന്നാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഈ തിയറം നമ്മൾ ഓൾസോ ദിസ് സർക്കിൾ ഈസ് ഈവൺ ആണ്. ദ എഡ്ജസ് ഓഫ് ദി M ആൾട്ടർനേറ്റീവ് എഡ്ജസ് ഇൻ M2 അറൗണ്ട് ദം. അപ്പോൾ നമ്മൾ ഈ സൈക്കിളാണെങ്കിൽ ഇനി ഇതിൻ്റെ 2-3 കേസുകളും കൂടി പ്രൂവ് ചെയ്യാണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ അഡ്ജസൻ്റ് എഡ്ജസ് എന്തൊക്കെ ഒരു ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് സൈക്കിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈക്കിളിൻ്റെ 2-3 കേസുകളായിട്ടാണ് അടുത്തത് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ ഇന്നത്തെ വീഡിയോയിലുള്ള ഇതിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, നമ്മളുടെ തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്.